എല്ലാവർക്കും നമസ്കാരം. കേറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഓൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഓൾജിബ്രയുടെ സിലബസ് നോക്കുമ്പോൾ സിലബസിൽ ആദ്യം പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ പെയർ ഓഫ് ടു ലീനിയർ ഇക്വേഷൻസ്, അതിൻ്റെ സൊല്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ സിലബസിൽ പറയുന്നത്. അതിനുശേഷമാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് പ്രകാരം തന്നെ 1 by 1 ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാം. സോ ആദ്യമേ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. നോക്കിയോളൂ. ലീനിയർ ഇക്വേഷൻ ഇൻ വിച്ച് പവേഴ്സ് ഓഫ് ഓൾ വേരിയബിൾസ് ഇൻവോൾവ് ആർ 1 ആർ കോൾഡ് ലീനിയർ ഇക്വേഷൻ. അതായത് ഒരു ഇക്വേഷനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ എല്ലാം തന്നെ പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, എപ്പോഴാണ് ഒരു ഇക്വേഷനെ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുക? ഒരു ഇക്വേഷനെ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് ആ ഇക്വേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ എല്ലാം തന്നെ പവർ 1 ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനെ എന്ത് വിളിക്കാം? ലീനിയർ ഇക്വേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2x = 1 എന്നുള്ളൊരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു വേരിയബിൾ ഉള്ള ഇക്വേഷനാണ്, ലീനിയർ ഇക്വേഷനാണ്. ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് അവിടെ ആ ഇക്വേഷനിലുള്ള വേരിയബിളിൻ്റെ പവർ 1 ആകുമ്പോഴാണ്. നോക്കിക്കേ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ എന്തെന്ന് വിളിക്കാം? ദിസ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. ഇതെന്താണ്? ഒരു ലീനിയർ ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് ലീനിയർ ഇക്വേഷൻ ഓഫ് 1 വേരിയബിൾ ആണ്, കാരണം ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. ഇനി ലീനിയർ ഇക്വേഷൻ ഓഫ് 1 വേരിയബിൾ എന്ന് വിളിക്കാം. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. വേറൊരു എക്സാമ്പിൾ നോക്കാം. 2x + 3y = 4 എന്നുള്ളൊരു ഇക്വേഷൻ. ഓക്കെ, 2x + 3y = 4 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ പവർ 1 ആണ്, വൈയുടെ പവറും 1 ആണ്. ഓക്കെ, അപ്പം പവേഴ്സ് ഓഫ് ഓൾ വേരിയബിൾസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. പക്ഷേ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾസ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ എന്ത് പറയാം? ദിസ് ഈസ് എ ലീനിയർ ഇക്വേഷൻ ഓഫ് എത്ര വേരിയബിൾ ആണ്? 2 വേരിയബിൾ അല്ലേ? 2 വേരിയബിൾ ഉള്ള ഒരു ലീനിയർ ഇക്വേഷനാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി 3 വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 4x + 3y + 6z = 9. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ വേരിയബിൾസിൻ്റെയും ഇക്വേഷനിലുള്ള ഓരോ വേരിയബിൾസിൻ്റെയും പവർ എന്ന് പറയുന്ന 1 ആണ്. എക്സിൻ്റെ പവർ 1 ആണ്, വൈയുടെ പവർ 1 ആണ്, ഇസഡിൻ്റെ പവർ 1 ആണ്. സോ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ എന്തെന്ന് പറയാം നമുക്ക്? ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ? ലീനിയർ ഇക്വേഷൻ ഓഫ്, പക്ഷേ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 3 വേരിയബിൾസ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ ലീനിയർ ഇക്വേഷൻ ഓഫ് 3 വേരിയബിൾസ്. 2 വേരിയബിൾസ് എന്ന് എഴുതണം, 2 എണ്ണം വരുമ്പോൾ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പം ലീനിയർ ഇക്വേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പവർ എല്ലായ്പ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലേ? ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസിൻ്റെയും പവർ 1 ആയിരിക്കണം. സോ അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. സോ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം നമുക്ക്. ദ ഡിഗ്രി ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഈസ് ഓൾവേസ് 1. ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി 2 വേരിയബിൾ ഉള്ള ഒരു ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോർമറ്റാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ സിലബസിൽ പറയുന്നത് ലീനിയർ ഇക്വേഷൻ ഓഫ് 2 വേരിയബിൾ എന്നാണ്. സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ ഓഫ് 2 വേരിയബിൾ എന്നാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് അതിനോടനുബന്ധിതമായ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇപ്പോൾ ജനറൽ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ഓഫ് 2 വേരിയബിൾ, 2 വേരിയബിൾ ഉള്ള ഒരു ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്ക്. ദ ജനറൽ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ഓഫ് 2 വേരിയബിൾ ഈസ് ax + by + c = 0. ax +
by plus c is equal to 0 എന്നതാണ് ഒരു രണ്ട് വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം. ദ ജനറൽ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ ഓഫ് ടു വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്, എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ, അതിനെയാണ് കോയിഫിഷ്യൻ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ബി എന്ന് പറയുന്നത് എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് വൈ, വൈയുടെ കോയിഫിഷ്യൻ്റ് ആണ് ബി. സി എന്ന് പറയുന്നത് എന്താണ്? അവിടെ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഒരു രണ്ട് വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും ആണ് രണ്ട് വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ എയും ബിയും സൈമുൾട്ടേനിയസ് ആയിട്ട് എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഓക്കെ, എയും ബിയും സൈമുൾട്ടേനിയസ് ആയിട്ട് 0 ആവാൻ പാടില്ല. അതായത് എ ആൻഡ് ബി കനോട്ട് ബി സൈമുൾട്ടേനിയസ്ലി 0. സൈമുൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേപോലെ 0 ആവാൻ പാടില്ല. എയും ബിയും 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് സി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷനാണ് കിട്ടുക. അത് റോങ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഒരു കോൺസ്റ്റൻറ്റിന് 0 ആവാൻ പറ്റില്ല. ആ കോൺസ്റ്റൻറ്റ് 0 ആവുന്ന കേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ വേറൊരു ഏത് നമ്പർ സിക്ക് കൊടുത്താലും നമുക്ക് അത് 0ക്ക് ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. അല്ലാതെ തന്നെ അവിടെ വേരിയബിൾസ് പോയി കഴിഞ്ഞു അല്ലേ? എയും ബിയും 0 ആയി കഴിഞ്ഞാൽ എക്സും വൈയും പോയല്ലോ. അപ്പം എ ലീനിയർ ഇക്വേഷൻ ഓഫ് ടു വേരിയബിൾ എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. അപ്പോൾ എയും ബിയും സൈമുൾട്ടേനിയസ്ലി എന്താവാനും പാടില്ല? 0 ആവാനും പാടില്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇതാണ് ഒരു ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്ക്, റെപ്രസെൻറ്റിംഗ് ലീനിയർ ഇക്വേഷൻ ഫോർ എ വേർഡ് പ്രോബ്ലം. ഓക്കെ, ഒരു വേർഡ് പ്രോബ്ലത്തിൽ ഒരു ലീനിയർ ഇക്വേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത മനസ്സിലാക്കേണ്ടത്. മിക്കവാറും എന്താണ് ഒരു വേർഡ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള രീതിയിലൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വരാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ എലിമിനേഷൻ മെത്തേഡോ ഒന്നും ഉപയോഗിച്ച് സോൾവ് ചെയ്യില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താണ്? ഓപ്ഷൻസ് തരണമല്ലോ. അപ്പോൾ ഓപ്ഷൻ ഇക്വേഷനിൽ കൊടുത്ത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷേ സോൾവ് ചെയ്യുന്ന രീതികളെല്ലാം തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. സോ ടു റെപ്രസെൻറ്റ് എ വേർഡ് പ്രോബ്ലം ആസ് എ ലീനിയർ ഇക്വേഷൻ. അപ്പോൾ മിക്കവാറും ചോദ്യം വരുന്നത് ആ ഒരു ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമേഷൻ തന്നെ ചോദ്യമായിട്ട് വരാം. അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ ലീനിയർ ഇക്വേഷൻ്റെ ഫോർമേഷൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. സോ ടു റെപ്രസെൻറ്റ് എ വേർഡ് പ്രോബ്ലം ആസ് എ ലീനിയർ ഇക്വേഷൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി ഐഡൻറ്റിഫൈ ദ അൺനോൺ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിനോട്ട് ദം ബൈ വേരിയബിൾസ്. അതായത് അൺനോൺ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്താണോ അവർ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് അതിനെയാണ് അൺനോൺ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്തുപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു? വേരിയബിൾസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ കേസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു 5 ബുക്കിൻ്റെയും 5 ബുക്സിൻ്റെയും 5 ബുക്സ് ആൻഡ് 3 പെൻസിൽ അല്ലെങ്കിൽ 3 പെൻ, 3 പേനയുടെ 5 ബുക്കിൻ്റെയും കൂടെ വില എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണെന്ന് ഇരിക്കട്ടെ. 100 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇതെങ്ങനെ ഓൾജിബ്രായിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുക്കിൻ്റെ വില നമുക്കറിയില്ല, ഒരു പേനയുടെ വിലയും നമുക്കറിയില്ല. 5 ബുക്കിനും 3 പേനയ്ക്കും കൂടെ 100 രൂപയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഡേറ്റ അതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരു ബുക്കിൻ്റെ വിലയും അറിയില്ല, ഒരു പേനയുടെ വിലയും അറിയില്ല. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത്? അൺനോൺ ക്വാണ്ടിറ്റി. അതിനെ നമ്മൾ എന്തുപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യണം? വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റേറ്റ് ഓഫ് 1 ബുക്ക്, ഒരു ബുക്കിൻ്റെ റേറ്റ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. അതേപോലെ റേറ്റ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ റേറ്റ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? വൈ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? 5 ബുക്ക് എന്ന് പറഞ്ഞാൽ 5x പ്ലസ് 3 പേന എന്ന് പറഞ്ഞാൽ 3y. അന്നേരം നമുക്ക് എത്ര രൂപയാവുന്നു? 100 റുപ്പീസ് ആവുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ലീനിയർ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ. അതായത് ഇതൊരു വേർഡ് പ്രോബ്ലം ആണ് അല്ലേ? ദിസ് ഈസ് എ വേർഡ് പ്രോബ്ലം. 5 ബുക്കിൻ്റെയും 3 പേനയുടെയും വില 100 രൂപയാണ് എന്നത് വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുന്ന ഒരു വേർഡ് പ്രോബ്ലം ആണ്. ശരിയല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഒരു ലീനിയർ ഇക്വേഷൻ ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് എ വേർഡ് പ്രോബ്ലം ആസ് എ ലീനിയർ ഇക്വേഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞപ്പോൾ കുറേ കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഇനി റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റീസ് ഇൻ എ മാത്തമാറ്റിക്കൽ ഫോം. മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആയിട്ടുള്ള അഡിഷനോ സബ്ട്രാക്ഷനോ ഈക്വലോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യാൻ. ആൻഡ് റീപ്ലേസിങ് ദ അൺനോൺ വേരിയബിൾസ്. അൺനോൺ വേരിയബിൾസിനെ നമുക്ക് ബുക്കിൻ്റെ വിലയും പേനയുടെ വിലയുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൺനോൺ വേരിയബിൾ. അതിനെ നമ്മൾ എക്സും വൈ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത് ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ബോക്സ് ചെയ്തിടുക. ഓക്കെ, ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗിവൺ വേർഡ് പ്രോബ്ലം. ലീനിയർ ഇക്വേഷൻ്റെ രൂപത്തിൽ നമ്മൾ അതിനെ എന്ത് ചെയ്തു? റെപ്രസെൻറ്റ് ചെയ്തു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയേ. ദ കോസ്റ്റ് ഓഫ് 5 പെൻ ആൻഡ് 7 പെൻസിൽ ഈസ് 50. 5 പേനയുടെയും 7 പെൻസിലിൻ്റെയും കൂടെ വില 50 രൂപയാണ്. ഓക്കെ, അപ്പം കോസ്റ്റ് ഓഫ് 1 പെൻ, ഒരു പെന്നിൻ്റെ കോസ്റ്റ് ഞാൻ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. കോസ്റ്റ് ഓഫ് 1 പെൻസിൽ, ഒരു പെൻസിലിൻ്റെ കോസ്റ്റ് എന്തായിട്ട് എടുക്കുന്നു? വൈ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് 5 പെൻസ് എന്ന് പറഞ്ഞാൽ 5x പ്ലസ് 7 പെൻസിൽ എന്ന് പറഞ്ഞാൽ 7y ഇസ് ഈക്വൽ ടു 50. അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷനായി. വേറാസ് ബാക്കി പറയുന്നത് നോക്കിക്കേ. കോസ്റ്റ് ഓഫ് 7 പെൻസ് എന്ന് പറഞ്ഞാൽ 7x ആൻഡ് 5 പെൻസിൽ എന്ന് പറഞ്ഞാൽ 5y ഈസ് 65 ഇസ് ഈക്വൽ ടു എന്താണ്? 65. റെപ്രസെൻറ്റ് ദ ഗിവൺ വേർഡ് പ്രോബ്ലം ആസ് എ ലീനിയർ ഇക്വേഷൻ ഫോം. നോക്കിക്കേ, തന്നിട്ടുള്ള വേർഡ് പ്രോബ്ലത്തിനെ ഞാൻ എന്ത് ചെയ്തു? ലീനിയർ ഇക്വേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഈ രണ്ട് ലീനിയർ ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു പേനയുടെയും ഒരു പെൻസിലിൻ്റെയും വില നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു 2 വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ, ഒരു യുണീക്ക് സൊല്യൂഷൻ നമുക്ക് കിട്ടണമെങ്കിൽ, യുണീക്ക് സൊല്യൂഷൻ തന്നെ കിട്ടണം നിർബന്ധമില്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനും ആവാം, നോ സൊല്യൂഷനും ആവാം. ഈ 2 പോസിബിലിറ്റി നിൽപ്പുണ്ട്. എങ്കിലും ഒരു യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ മിനിമം നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് എങ്കിലും വേണം. അത് ബേസിക്കലി നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കണം? ഇഫ് ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ എ യുണീക്ക് സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷന് ഒരു പോസിബിലിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടണം, എക്സിനും വൈക്കും കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസ് എന്തിന് ഈക്വൽ ആയിരിക്കണം? നമ്പർ ഓഫ് ഇക്വേഷൻസിന് ഈക്വൽ ആയിരിക്കണം. അതായത് 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ 2 അൺനോൺസ് ഉണ്ടെങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് എ യുണീക്ക് സൊല്യൂഷൻ. അതായത് ഒരു ഇക്വേഷനും 2 അൺനോൺസും ആണെങ്കിൽ നമുക്ക് ഒരിക്കലും യുണീക്ക് സൊല്യൂഷൻ കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം 2x ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഇത് ഒരു ഇക്വേഷനാണ്, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, ഒറ്റ അൺനോണേ ഉള്ളൂ. അതായത് നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇക്വേഷന് തുല്യമാണ്. ഇവിടെ എക്സ് എന്നുള്ള ഒറ്റ അൺനോൺ വേരിയബിളേ ഉള്ളൂ, ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ പോസിബിലിറ്റി ഉണ്ട്. എക്സിൻ്റെ വാല്യൂ എന്തെന്ന് എഴുതാം? നമുക്ക് 3/2 എന്ന് എഴുതാം. ഓക്കെ, സോ അപ്പോൾ നമ്പർ ഓഫ് അൺനോൺസ് 2 ആവണം എന്നുണ്ടെങ്കിൽ, സോ അവിടെ നമ്പർ ഓഫ് അൺനോൺസ് 2 ആവണമെന്നുണ്ടെങ്കിൽ 2 വേരിയബിൾ വരുന്ന ലീനിയർ ഇക്വേഷൻ, അവിടെ 2 അൺനോൺസ് ഉണ്ടല്ലോ. സോ അങ്ങനെ എത്ര ഇക്വേഷൻ വേണം അപ്പോൾ അത് സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ? മിനിമം 2 ഇക്വേഷൻ എങ്കിലും ഉണ്ടെങ്കിലേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ 2 ലീനിയർ ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സിനും വൈക്കും ഒരു യുണീക്ക് സൊല്യൂഷൻ പോസിബിലിറ്റി തന്നെ കാണാൻ പറ്റുള്ളൂ. ഒരൊറ്റ ഇക്വേഷനെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെന്താണ്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ സൊല്യൂഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് പറയാം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഓഫ് 2 വേരിയബിൾ, 2 വേരിയബിൾ ഉള്ള ഒരു ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, ഒരു യുണീക്ക് സൊല്യൂഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 2 ഇക്വേഷൻസ് എങ്കിലും വേണം. ഒരു ഇക്വേഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ അവിടെ എന്ത് പോസിബിൾ അല്ല? യുണീക്ക് സൊല്യൂഷൻ പോസിബിൾ അല്ല. അതായത് എക്സിനും വൈക്കും ഒരൊറ്റ വാല്യൂ എന്നുള്ളതാണ് യുണീക്ക്, ഒരേ ഒരു വാല്യൂ മാത്രം, അതിനാണ് യുണീക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൊല്യൂഷൻ പോസിബിൾ അല്ല എപ്പോൾ? നമ്മുടെ കയ്യിൽ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളെങ്കിൽ. സോൾവ് ചെയ്ത് നമുക്കൊരു എക്സിനും വൈക്കും സെപ്പറേറ്റ്ലി വാല്യൂസ് പറയണമെങ്കിൽ മിനിമം നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് എങ്കിലും ഉണ്ടാവണം. ഇനി സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ ഓഫ് 2 വേരിയബിൾ. The solution of a linear equation in 2 variable is a pair of values x and y. ഒരു ഓർഡേർഡ് പെയർ ആണ് x, y.
one for x and another for y. ഒരു വാല്യൂ എക്സിന് ഒരു വാല്യൂ വൈനും, വിച്ച് മേക്സ് ദ ടു സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ ഈക്വൽ. അതായത് ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആവണം. അതായത് ഇപ്പോൾ 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 എന്നുള്ളൊരു എക്സാമ്പിൾ. അപ്പോൾ അവർ പറയുന്നത് 0,4 എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്നാണ്. അതായത് എക്സിൻ്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 4ഉം കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ആവും. ശരിയാണോ നോക്കിക്കേ. 2 × 0 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 4. ശരിയാവുന്നുണ്ടല്ലോ. സോ 0,4 എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് പറയാം. 0,4 മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇത് സാറ്റിസ്ഫൈ ആവുന്ന ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉണ്ടെന്ന് പറയാം. അത് എങ്ങനെ മനസ്സിലാക്കാൻ പെട്ടെന്ന്, അവിടെ നിന്ന് ഒരു y വാല്യൂ എടുക്കാം. 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 ആണ്. ഫ്രം ദാറ്റ് y ഇസ് ഈക്വൽ ടു എന്താണ്? 4 മൈനസ് 2x. ഓക്കെ, ഇനി ജസ്റ്റ് ഞാനൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാണ്. എക്സിൻ്റെ വാല്യൂസ് ആൻഡ് വൈയുടെ വാല്യൂസ്. എക്സിൻ്റെ വാല്യൂ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ നോക്ക്, വൈയുടെ വാല്യൂ 4 മൈനസ് 2 × 0 എനിക്ക് 4 കിട്ടും. ശരിയല്ലേ? എക്സിൻ്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്ത് കിട്ടും? 4 മൈനസ് 2 × 1 4 മൈനസ് 2 2 കിട്ടും. നോക്ക്, വൈയുടെ വാല്യൂ 4 മൈനസ് 2x ആണ്. ശരിയല്ലേ? ഇപ്പോൾ എക്സിന് ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 4 മൈനസ് 2 × 1 4 മൈനസ് 2 2 ആണ് കിട്ടുന്നത്. എക്സിന് ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്താണ് കിട്ടുക? y ഇസ് ഈക്വൽ ടു 4 മൈനസ് 2 × 2 4 മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ശരിയല്ലേ? എക്സിന് ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ y എന്താണ് കിട്ടുക? y ഇസ് ഈക്വൽ ടു 4 മൈനസ് 2 × 3 4 മൈനസ് 6 ഇസ് ഈക്വൽ ടു -2. ശരിയല്ലേ? 4 മൈനസ് 6 -2 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതേപോലെ ഞാൻ എക്സിന് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് എനിക്ക് കൊടുക്കാം. അനന്തത വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എനിക്ക് എക്സിൻ്റെ പ്ലേസിൽ കൊടുക്കാം. അതിനനുസരിച്ച് എനിക്ക് എന്ത് കിട്ടിക്കൊണ്ടേയിരിക്കും? വൈ വാല്യൂ കിട്ടിക്കൊണ്ടേയിരിക്കും. ശരിയാണല്ലോ? സോ ദർ ഈസ് ഇൻഫിനിറ്റ്ലി മെനി ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ ഇവിടുന്ന് XY 0,4 ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം, 1, 2 ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം, 2, 0 ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം, -3 -2 അല്ലേ, 3 -2 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. സോ അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എക്സിന് നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വൈക്ക് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് കിട്ടും. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി ഓർഡേർഡ് പെയേഴ്സ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് എപ്പോഴും ആലോചിക്കുക, ഒരൊറ്റ ലീനിയർ ഇക്വേഷന് എല്ലായ്പ്പോഴും 2 ഇക്വേഷൻസ് വരുമ്പോഴാണ് ഒരു യുണീക്ക് സൊല്യൂഷൻ്റെ പോസിബിലിറ്റി വരുന്നത്. ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളെങ്കിൽ എല്ലായ്പ്പോഴും അതിനെന്തുണ്ടാവും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ് കേട്ടോ. കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് നോട്ട് എഴുതി വയ്ക്കുക. എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. എ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ഇക്വേഷൻ്റെ കാര്യമാണ് പറയുന്നത്. എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഹാസ് 3 പോസിബിലിറ്റീസ്. യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവാം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവാം, നോ സൊല്യൂഷനും ഉണ്ടാവാം. പക്ഷേ ഒരൊറ്റ ലീനിയർ ഇക്വേഷൻ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ദാറ്റ് പോസിബിലിറ്റി ഈസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? 2 വേരിയബിൾസ് ഉള്ള ഒരു ലീനിയർ ഇക്വേഷന് എല്ലായ്പ്പോഴും അനന്തമായ സാധ്യതകളാണ് ഉത്തരങ്ങൾ ഉണ്ടാവാനുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ എക്സിൻ്റെ പ്ലേസിൽ എനിക്ക് നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ പ്ലേസിൽ എനിക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ആൻസർ കിട്ടും. 0, നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്. അതായത് എക്സിന് ഞാൻ ഏത് റിയൽ നമ്പർ കൊടുത്താലും വൈക്ക് എനിക്ക് റിയൽ നമ്പർ തന്നെ ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ റിയൽ നമ്പേഴ്സിൽ വരുന്ന ഓർഡേർഡ് പെയേഴ്സ് എനിക്ക് ഇൻഫിനിറ്റ്ലി മെനി ആൻസേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ ഇക്വേഷൻ, അപ്പോൾ ഏതൊരു ലീനിയർ ഇക്വേഷൻ എടുത്താലും അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിൻ്റെ ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ. നമുക്ക് നമ്പർ ലൈൻ, നമുക്ക് എന്താണ് കാർട്ടീഷ്യൻ പ്ലെയിനിൽ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ എങ്ങനെ
ഈ ലീനിയർ ഇക്വേഷൻസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലീനിയർ ഇക്വേഷൻ. Geometrically, a linear equation in two variable can be represented as a straight line. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് നമുക്ക് ജോമെട്രിക്കകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാനും ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അവിടെ കുറേ കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ജോമെട്രിക്കലി ഒരു ലീനിയർ ഇക്വേഷൻ എല്ലായ്പ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഒരു ഇക്വേഷൻ ഒരു ലീനിയർ ഇക്വേഷൻ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും 2 പോയിൻറ്റ്സ് മതി നമുക്കിതൊന്ന് പ്ലോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് എക്സ് വൈ, എക്സിന് 0 കൊടുക്കുന്നു, വൈക്ക് 0 ഡയഗണലായിട്ട് വേണം കൊടുക്കാൻ, തെറ്റിക്കരുത്. ഓക്കെ, എക്സിന് 0 കൊടുത്താൽ എനിക്ക് വൈ വാല്യൂ 2 കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ 2 കിട്ടും. ശരിയാണല്ലോ. അപ്പോൾ ഇത് കടന്നു പോകുന്ന പോയിന്റ് 0 to 2 0 എന്ന ഈ 2 പോയിൻറ്റ്സിലൂടെ ഈ ലൈൻ പാസ് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് പറ്റും. ശരിയല്ലേ? ഒരിക്കലും ഇങ്ങനെ എഴുതരുത്, അതായത് ഇവിടേക്ക് എഴുതരുത് കോർഡിനേറ്റ്സ്. 2 എക്സ് വാല്യൂ 2 വൈ വാല്യൂ വെച്ചിട്ട് കോർഡിനേറ്റ് ഉണ്ടാക്കരുത്, തെറ്റാണ്. ഒരു എക്സും ഒരു വൈയും വെച്ചിട്ടാണല്ലോ കോർഡിനേറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ അവിടെ 0 to 2 0 ഇങ്ങനെ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കാർട്ടീഷ്യൻ പ്ലെയിൻ വരച്ചിട്ട് ഇതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നോക്കിയാൽ 1 2 3 4 1 2 3 നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് മാർക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് -1 -2 മാർക്ക് ചെയ്തിട്ടേക്കാം. 0 2 എന്ന് പറഞ്ഞാൽ എവിടെ വരും? എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 2. ദണ്ട് ഇവിടെ വരും പോയിന്റ് 0 2. 2 0 എന്ന് പറഞ്ഞാൽ ദണ്ട് ഇവിടെ വരും, എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 0. ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ വരയ്ക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആവണമെന്നില്ല, വളവൊക്കെ ഉണ്ട്. അത് ഇതിനകത്ത് വരയ്ക്കാനുള്ള ഒരു പരിമിതി കൊണ്ടാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തായിട്ട് തന്നെ വരയ്ക്കുക, സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, അപ്പം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈനാണ് നിങ്ങൾ ഈ കാണുന്ന ലൈൻ. ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ജിയോമെട്രിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനം എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഒരു ലീനിയർ ഇക്വേഷനെ നമ്മൾ ജിയോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഭവം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജിയോമെട്രിക്കലി എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. ജിയോമെട്രിക്കലായിട്ട് 2 വേരിയബിൾ ഉള്ള ഒരു ലീനിയർ ഇക്വേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. യെസ്, ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിനുവേണ്ടി നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഒരു ടാബുലാർ കോളം വരച്ചു, എക്സ് മാർക്ക് ചെയ്തു, വൈ മാർക്ക് ചെയ്തു, എക്സിന് 0 കൊടുത്തു, വൈക്ക് 0 കൊടുത്തു, എക്സിന് 0 കൊടുത്തപ്പോഴുള്ള വൈ കണ്ടുപിടിച്ചു, വൈക്ക് 0 കൊടുത്തപ്പോഴുള്ള എക്സ് കണ്ടുപിടിച്ചു. അതൊക്കെയാണ് അത് വരയ്ക്കാനുള്ള മിനിമം 2 പോയിൻറ്റ്സ് മതി വരയ്ക്കാൻ. ആ 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് പറഞ്ഞത്. 0 കൊടുക്കുന്നത് കാൽക്കുലേഷൻ ഈസിനെസ്സിന് വേണ്ടി തന്നെയാണ്. 0 തന്നെ കൊടുക്കണം എന്ന് ഒരു നിർബന്ധമോ ഒരു നിയമമോ ഇല്ല. ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, എക്സിന് 1 കൊടുക്കാം, 2 കൊടുക്കാം, അതിന് കറസ്പോണ്ടിങ് വൈ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ ഏതെങ്കിലും 2 പോയിന്റ് മതി ലൈൻ വരയ്ക്കാനായിട്ട്. പക്ഷേ അത് ആക്സിസിലെ തന്നെ പോയിന്റ് ആണെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് പെട്ടെന്ന് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് എക്സ് ആക്സിസിൽ വൈ 0 ആണെന്നറിയാം, വൈ ആക്സിസിൽ എക്സ് 0 ആണെന്നറിയാം. ശരിയല്ലേ? അപ്പോൾ എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈസിലി വി ക്യാൻ ഡ്രോ ദ സ്ട്രെയിറ്റ് ലൈൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതി തന്നെ പിന്തുടരുന്നത്. ദ ഗ്രാഫ് ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. വി ക്യാൻ പ്ലോട്ട് ദ സ്ട്രെയിറ്റ് ലൈൻ ആസ് ഫോളോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളിപ്പോൾ ചെയ്ത പരിപാടി തന്നെ ഒന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്താണ്? ടേക്ക് എനി വാല്യൂ ഫോർ 1 വേരിയബിൾ. അപ്പോൾ എക്സിന് ഞാൻ 0 കൊടുത്തു. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഇക്വേഷൻ ടു ഗെറ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് വൈ. അപ്പോൾ എനിക്കൊരു കോർഡിനേറ്റ് കിട്ടും, x1 y1 എന്നുള്ളൊരു പോയിന്റ് കിട്ടും. അത് എക്സ് ആക്സിസിലാണ്. എക്സിന് 0 കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പോയിന്റ് കിട്ടുന്നത് വൈ ആക്സിസിലെ ഒരു പോയിന്റ് ആയിരിക്കും. വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്താണ്? 0. അതായത് ഒരു 0 y1 എന്നുള്ളൊരു പോയിന്റാണ് നമുക്ക് കിട്ടുക. ദാറ്റ് പോയിന്റ് ഇസ് ഇൻ വൈ ആക്സിസ്. വൈ ആക്സിസിലുള്ള ഒരു പോയിന്റ് കിട്ടും. ആൻഡ് റിപ്പീറ്റ് ദിസ് അഗെയിൻ, പുട്ട് y2 ഇസ് ഈക്വൽ ടു 0. അതായത് എന്താണ്? വൈ ആക്സിസിലെ പോയിന്റിന് ഞാൻ എന്ത് ചെയ്യുന്നു? 0 കൊടുക്കുന്നു. അപ്പോൾ അതായത് വൈക്ക് ഞാൻ 0 കൊടുക്കുന്നു. അപ്പോൾ എനിക്കൊരു എക്സ് വാല്യൂ കിട്ടും. അപ്പോൾ ഒരു x2 കിട്ടുന്നു. വൈക്ക് ഞാൻ 0 കൊടുക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് എവിടെ ആയിരിക്കും? എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ടു ഗെറ്റ് 2 പെയർ ഓഫ് വാല്യൂസ് ഫോർ ദ വേരിയബിൾസ് വിച്ച് റെപ്രസെൻറ്റ് 2 പോയിൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. കാർട്ടീഷ്യൻ പ്ലെയിനിൽ
ഡ്രോ ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ്സ്. ഈ രണ്ട് പോയിൻറ്റ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ വരയ്ക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചു, വൈ ആക്സിസിലെയും ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. എക്സ് ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ വൈക്ക് 0 കൊടുത്തു, വൈ ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എക്സിന് 0 കൊടുത്തു. അപ്പോൾ ആ രണ്ട് പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു, പോയിൻറ്റ്സ് കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തു, പ്ലോട്ട് ചെയ്ത ആ രണ്ട് പോയിൻറ്റ്സിലൂടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോൾ ആ ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ലീനിയർ ഇക്വേഷനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ വിചാരിക്കും എക്സാമിന് ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പോളിനോമിയൽസിൻ്റെ ഗ്രാഫ് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാഫ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാനും ഗ്രാഫ് തന്നാൽ അത് അനലൈസ് ചെയ്യാനുമുള്ള കേപ്പബിലിറ്റി ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ജനറൽ ഫോം ഓഫ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. അപ്പോൾ ഞാൻ ലീനിയർ ഇക്വേഷൻ, ഒരൊറ്റ ഇക്വേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. 2 വേരിയബിൾ ഉള്ള, അതായത് എക്സും വൈയുമാണ് വേരിയബിൾസ്, അതുള്ള ഒരൊറ്റ ഇക്വേഷൻ്റെ കഥകളാണ് ഇത്ര നേരം പറഞ്ഞത്. അതായത് ഒരൊറ്റ ഇക്വേഷനെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അതെങ്ങനെ ഗ്രാഫിക്കലായിട്ട് വരയ്ക്കാം, പ്ലോട്ട് ചെയ്യാം എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസിൽ എടുത്തു പറയുന്ന സാധനമാണ് ഇനി പറയാൻ പോകുന്നത്. 2 വേരിയബിൾ വരുന്ന 2 ഇക്വേഷൻ. പെയർ എന്ന് പറയുമ്പോൾ എന്തായി? അവിടെ 2 ഇക്വേഷനായി. ജനറൽ ഫോം ഓഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. ഇപ്പോൾ 2 വേരിയബിൾസ് വരുന്ന 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3 സാധ്യതകളുണ്ട്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമ്മൾ എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ എങ്ങനെ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കാൻ പോകുന്നത്. അതായത് a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0, a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് 2 ലീനിയർ ഇക്വേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിനെ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ മെത്തേഡ്സ്, ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഇത് സോൾവ് ചെയ്യാനുള്ളത് നമ്മൾ പരിചയപ്പെടുന്നത്. a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതും a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് 2 ലീനിയർ ഇക്വേഷൻസ് ആയി. ഈ 2 ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 മാത്രമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനാണ്. ഇക്വേഷൻ നമ്പർ 2 മാത്രമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനാണ്. പക്ഷേ ഈ 2 ഇക്വേഷൻസ് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 3 സാധ്യതകളുണ്ട്. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ദർ ആർ 3 പോസിബിലിറ്റീസ്. ഇതിൻ്റെ സൊല്യൂഷനെ കുറിച്ചിട്ടാണ് സിലബസിൽ എടുത്തു പറയുന്നത്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 3 സാധ്യതകളുണ്ട്. ഒന്നില്ലെങ്കിൽ അത് യുണീക്കായിട്ടുള്ള ഒരു സൊല്യൂഷൻ തരാം, യുണീക്ക് സൊല്യൂഷൻ. അതായത് കറക്റ്റ് ഒരു ഓർഡേർഡ് പെയർ x1 y1 എന്നുള്ളൊരു ഉത്തരം നമുക്കിതിന് കിട്ടാം. പിന്നെ ഒരു സാധ്യത നോ സൊല്യൂഷൻ എന്നുള്ളതാണ്, നോ സൊല്യൂഷൻ. പിന്നെ വരുന്ന ഒരു സാധ്യത നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും നമുക്ക് ഒരിക്കലും ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല, അതാണ് നോ സൊല്യൂഷൻ. പിന്നെ വരുന്നത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആവാം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആവാം. ഇങ്ങനെ 3 സാധ്യതകളാണ് 2 ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ 3 സാധ്യതകളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഓഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അത് കൺസിസ്റ്റൻസി റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത്. 2 ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആവാം. യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു ലൈൻ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക, വേറൊരു ലൈൻ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടല്ലോ, കൂട്ടിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ദിസ് ഈസ് ലൈൻ 1, ദിസ് ഈസ് ലൈൻ 2. ലൈൻ 1ഉം ലൈൻ 2ഉം തമ്മിൽ കൂട്ടിമുട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, കൂട്ടിമുട്ടുന്നതിനെ നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് എന്ന് പറയും. എന്താണ്? ഇൻ്റർസെക്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു യുണീക്ക് സൊല്യൂഷൻ കിട്ടുക. അതായത് നമുക്കിവിടെ എക്സിനും ഒരു വാല്യൂ കിട്ടും,
വൈക്കും ഒരു വാല്യൂ കിട്ടും. കൃത്യമായി ഒരു പോയിന്റിൽ, ഒരേ ഒരു പോയിന്റിൽ അവ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി ഈ രണ്ട് ലൈൻസ്, ഏതെങ്കിലും ഒരു രണ്ട് ലൈൻസ്, ഇത് നമ്മുടെ ലൈൻ 1 ആണെന്ന് വെച്ചോളൂ, ഇത് നമ്മുടെ ലൈൻ 2 ആണെന്ന് വെച്ചോളൂ. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 ലൈൻ 1ഉം ഇക്വേഷൻ നമ്പർ 2 ലൈൻ 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലൈൻ 1ഉം ലൈൻ 2ഉം തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത് കൂട്ടിമുട്ടാം. കൂട്ടിമുട്ടുവാണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അതെന്തായിരിക്കും? യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി എപ്പോഴായിരിക്കും നോ സൊല്യൂഷൻ ഉണ്ടാവുക? ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും? നോ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, പാരലൽ ആണെങ്കിൽ ഇങ്ങനെ വരും. ഒരു ലൈൻ 1 എന്ന് പറയുന്നത് ഇങ്ങനെ വരും, ലൈൻ 2 അതിന് പാരലായിട്ട് വരും, ലൈൻ 2. അപ്പോൾ ഈ രണ്ട് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കൂട്ടിമുട്ടുന്നില്ല. കൂട്ടിമുട്ടിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ലൈൻ 1ഉം ലൈൻ 2ഉം പാരലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്കൊരു കോമൺ ആയിട്ടുള്ള പോയിന്റ് ഒരിക്കലും ഉണ്ടാവില്ല. സോ അവിടെ എന്തായിരിക്കും? നോ സൊല്യൂഷൻ ആയിരിക്കും. നോ സൊല്യൂഷൻ. അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. പക്ഷേ ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ നിങ്ങൾ കൺവേ ആക്കിക്കോണം. നെക്സ്റ്റ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കോ ഇൻസിഡൻറ്റ് കണ്ടീഷൻ എന്നാണ് വിളിക്കുക. കോ ഇൻസിഡൻറ്റ്, അതായത് ലൈൻ 1ൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും എന്ത് വരിക? ലൈൻ 1ൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ലൈൻ 2 വരിക. അതായത് ഇങ്ങനെ ഒട്ടിയിരിക്കും, ചേർന്നിരിക്കും. ലൈൻ 1ഉം ലൈൻ 2ഉം ചേർന്നിരിക്കുകയാണെങ്കിൽ അതിനെയാണ് കോ ഇൻസിഡൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ലൈൻ 1ൻ്റെ എല്ലാ പോയിന്റും ലൈൻ 2വിൽ സൊല്യൂഷൻ ആയിരിക്കും, ലൈൻ 2വിലുള്ള പോയിന്റ് ലൈൻ 1നും സൊല്യൂഷൻ ആയിരിക്കും. അതായത് എന്താണ്? അനന്തമായ സൊല്യൂഷൻസിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്നുണ്ട് എപ്പോൾ? കോ ഇൻസിഡൻറ്റ് ലൈൻസ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വയ്ക്കുക. ഇതിന് ഓരോന്നിനും എന്തുണ്ട്? കണ്ടീഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബാക്കി ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓൾജിബ്രായിക് സൊല്യൂഷനാണ്. ഓക്കെ, ഈ 4 സൊല്യൂഷൻസും കൂടെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മസ്റ്റായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കുക. ഓൾജിബ്രായിക് സൊല്യൂഷൻ, സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓൾജിബ്രായിക് സൊല്യൂഷനും ഉണ്ട്, ഗ്രാഫിക്കൽ സൊല്യൂഷനും ഉണ്ട് കേട്ടോ. അപ്പം ഓൾജിബ്രായിക് സൊല്യൂഷനാണ് ഈ 3 എണ്ണം. അടുത്തത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇത് നാലാമത്തത് ഗ്രാഫിക്കലായിട്ട് പഠിക്കേണ്ട. ഗ്രാഫിക്കൽ ഇസ് ആൻ അനദർ മെത്തേഡ്. ഓൾജിബ്രായിക്ക്, ഗ്രാഫിക്കൽ, അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം നമുക്ക്. ഓൾജിബ്രായിക്ക് 3 എണ്ണം, 3 ടൈപ്പ് ഉണ്ട്. ഓൾജിബ്രായിക് സൊല്യൂഷൻസ് 3 ടൈപ്പ്. ഇനി അടുത്ത സൊല്യൂഷനാണ് എന്ത്? ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ഒരു ടൈപ്പ് ഓൾജിബ്രായിക് സൊല്യൂഷൻ, രണ്ടാമത്തെ ടൈപ്പാണ് ഗ്രാഫിക്കൽ. ഓക്കെ, അപ്പം ഓൾജിബ്രായിക് സൊല്യൂഷൻസ് ആണ് 3 എണ്ണം. ഏതൊക്കെയാണ്? എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ 3 മെത്തേഡും നന്നായിട്ട് പഠിച്ചിരിക്കണം. എലിമിനേഷനും സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കുറേ പേർക്ക് ഒരു പുതിയ നോളജ് ആയിരിക്കാം ഒരു പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലത്തും നമുക്കിതിൻ്റെ ആപ്ലിക്കേഷനും യൂസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പുതിയതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അത് നന്നായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചേക്കണം. ഓക്കെ, ആദ്യത്തെ 2 മെത്തേഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് 2 ലീനിയർ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ആദ്യം നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഏതെങ്കിലും ഒരു വേരിയബിളിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് ഇക്വേഷൻ നമ്പർ 2ലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഏതെങ്കിലും വേരിയബിളിന്, ഒന്നില്ലെങ്കിൽ എക്സിന് അല്ലെങ്കിൽ വൈക്ക്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കാം, എന്നിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എടുക്കുകയാണെങ്കിൽ y - 2x = 1. അപ്പോൾ ഞാൻ വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാമെന്ന് വെച്ചോളൂ. y = 1 + 2x എന്ന് എഴുതും. -2x ഇപ്പോൾ എടുത്തു. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 3 എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ടിങ്. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നുള്ള പേര് വരാനുള്ള കാരണം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 3 നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? x + 2 × വൈക്ക് പകരം 1 + 2x = 12 എന്ന് വരും. ഓക്കെ, സോ അതായത് x പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 + 4x = 12 എന്ന് വരും. എക്സും 4xും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5x വരും. 12 + 2 അപ്പുറം പോയി കഴിഞ്ഞാൽ -2 വരും. 12 - 2 എന്ന് പറഞ്ഞാൽ 10 വരും. അപ്പോൾ അവിടുന്ന് x =
10 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 2 വരും ആൻസർ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. ഇനി ഫ്രം ഇക്വേഷൻ നമ്പർ 3 വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഫ്രം ഇക്വേഷൻ നമ്പർ 3 വൈ എന്ന് പറയുന്നത് 1 + 2x ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 + 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കുക, 1 + 4 എന്ന് വരും, ആൻസർ 5 വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 2 ആണ്, വൈയുടെ വാല്യൂ കിട്ടിയത് 5 ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഓർഡേർഡ് പെയർ 2, 5 എന്നതാണ് ഈ ഒരു രണ്ട് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇക്വേഷൻ നമ്പർ 1-ൽ നിന്നോ ഇക്വേഷൻ നമ്പർ 2-ൽ നിന്നോ ഏതെങ്കിലും ഒരു വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് മറ്റേ ഇക്വേഷനിൽ കൊടുത്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഇനി രണ്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് എന്ത്? എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, സോ എലിമിനേഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. രണ്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് മെത്തേഡ് എന്താണ്? എലിമിനേഷൻ മെത്തേഡ്. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഒന്ന് x + 2y ഇസ് ഈക്വൽ ടു 8 എന്നുള്ള ഒരു ഇക്വേഷൻ ആൻഡ് 2x - 3y ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്തുപയോഗിച്ച് സോൾവ് ചെയ്യണം? എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യണം. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് സെയിം ആക്കിയിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്ത് എലിമിനേറ്റ് ചെയ്ത്, അതായത് ഒരു വേരിയബിളിനെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എലിമിനേഷൻ മെത്തേഡ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് രണ്ടാമത്തെ ഇക്വേഷനിൽ ഇക്വേഷൻ നമ്പർ 1, 2, ഇക്വേഷൻ നമ്പർ 2-ൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2 ആണ്. ഇക്വേഷൻ നമ്പർ 1-ലും കൂടെ 2 ആയിരുന്നെങ്കിൽ അതിനെ സബ്ട്രാക്റ്റ് ചെയ്താൽ എക്സ് എലിമിനേറ്റ് ചെയ്യാമായിരുന്നു. ശരിയല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 1-നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിലും ഗുണിക്കണം 2 ഇൻറ്റു എക്സ് + 2y, റൈറ്റിലും ഗുണിക്കണം, എങ്കിലേ ബാലൻസ് ആവുള്ളൂ 8 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. 2x + 4y ഇസ് ഈക്വൽ ടു 16 എന്ന് വരും. അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. ഇനി 3യുടെ കൂടെ ഇക്വേഷൻ നമ്പർ 2 എഴുതുക. 2x - 3y ഇസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നിങ്ങൾ നോക്ക്, ഇപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്തായിട്ടുണ്ട്? സെയിം ആയിട്ടുണ്ട്. ശരിയല്ലേ? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആയല്ലോ. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്റ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3-ൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്യുന്നു? സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 2xഉം 2xഉം മൈനസ് ആയി പോകും. ശരിയല്ലേ? ഇനി 4y-ൽ നിന്ന് -3y ആണ് കുറയ്ക്കുന്നത്. 4y മൈനസ് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ മൈനസ്, അതായത് ഈ ഇക്വേഷൻ നമ്പർ 3-ൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 -c ആണ്. അപ്പോൾ ആ മൈനസ് ശ്രദ്ധിക്കണം. 4y-ൽ നിന്ന് -3y ഓൾറെഡി അവിടെ ഉണ്ട്, ഇസ് ഈക്വൽ ടു 16-ൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? 2 കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈക്വേഷൻസ് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുന്നതിൻ്റെ മൈനസും ഉണ്ട്, 3yയുടെ കൂടെ ഓൾറെഡി ഒരു മൈനസ് അവിടെ ഉണ്ട് താനും, അത് മറന്നു വരുത്. അപ്പോൾ ഇനി ഈ രണ്ട് മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും. 4y + 3y ഇസ് ഈക്വൽ ടു 16 - 2 എന്നുള്ളത് 14 വരും അല്ലേ? അതായത് 7y ഇസ് ഈക്വൽ ടു 14, അവിടുന്ന് y ഇസ് ഈക്വൽ ടു 14/7 ഇസ് ഈക്വൽ ടു 2. വൈയുടെ വാല്യൂ എന്ത് വന്നു? 2 വന്നു. ഇനി ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എക്സ് കണ്ടുപിടിക്കാം. വീണ്ടും എലിമിനേറ്റ് തന്നെ ചെയ്യണം നിർബന്ധമില്ല. ഒരു വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ഗോ വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ. എക്സിൻ്റെ വൈയുടെ വാല്യൂ 2 ആണ്, അത് ഇക്വേഷൻ നമ്പർ 1-ലേക്ക് കൊടുക്കുക. എന്തുവരും? x + 2y ഇസ് ഈക്വൽ ടു 8 ആണ്. വൈയുടെ വാല്യൂ 2 കൊടുത്താൽ x + 2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 8, x + 4 ഇസ് ഈക്വൽ ടു 8, x ഈക്വൽ ടു 8 - 4 ഇസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പം നമ്മുടെ xy എന്നുള്ള സൊല്യൂഷൻ നമുക്ക് എന്താണ് കിട്ടുക? 4, 2 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ എന്താണ്? 2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ എലിമിനേറ്റ് ചെയ്തത് എക്സ് എന്നുള്ള വേരിയബിളാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. എക്സ് തന്നെ എലിമിനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് വൈ വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ വൈ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ ഇക്വേഷൻസ് ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം നമുക്ക്. x + 2y ഇസ് ഈക്വൽ ടു 8, x + 2y ഇസ് ഈക്വൽ ടു 8, 2x - 3y ഇസ് ഈക്വൽ ടു 2. സോ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് വേണമെങ്കിൽ
വൈ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം. വൈ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ വൈയുടെ കോയിഫിഷ്യൻ്റ് എന്താക്കണം? സെയിം ആക്കണം. ഓക്കെ, വൈയുടെ കോയിഫിഷ്യൻ്റ് സെയിം ആക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ 2 വൈയുടെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഇക്വേഷൻ നമ്പർ 1 ഗുണിക്കുക. -3 എടുക്കണമെന്നില്ല, എന്താണ് നമ്പർ മാത്രം എടുത്താൽ മതി കേട്ടോ. സൈൻ ഉൾപ്പെടെ എടുക്കണം നിർബന്ധമില്ല. സൈൻ ഉൾപ്പെടെ വേണമെങ്കിലും എടുക്കാം, നമ്പർ മാത്രം എടുത്താലും മതി. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 2 വൈയുടെ കോയിഫിഷ്യൻ്റ് 3 ആണ്. ആ 3 കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 1 ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു ലെഫ്റ്റിലും റൈറ്റിലും ഗുണിക്കണം. 3 ഇൻറ്റു എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 ഇൻറ്റു 3 എന്ന് വരും. അതായത് 3x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 24. ശരിയാണല്ലോ. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 1 വൈ, ഇപ്പം ഇത് സെയിം ആയിട്ടുണ്ടോ? ഇപ്പോൾ വൈയുടെ കോയിഫിഷ്യൻ്റ് 6 ആണ്. ഇക്വേഷൻ നമ്പർ 1 6 അല്ലല്ലോ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 വൈയുടെ കോയിഫിഷ്യൻ്റ് 2 ആണ്. ആ 2 കൊണ്ട് ഇക്വേഷൻ നമ്പർ 2 ഗുണിക്കുക. അതായത് 2 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2 എന്താണ് വരിക? 2 ഇൻറ്റു 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 എന്ന് വരും. ലെഫ്റ്റിലും റൈറ്റിലും ഗുണിച്ചു ഓപ്പൺ ചെയ്താൽ 4x മൈനസ് 6y ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. ഇക്വേഷൻ നമ്പർ എന്താണ്? 4. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 4 വൈയുടെ കോയിഫിഷ്യൻ്റ് സെയിം ആയിട്ടുണ്ട്. ആ സൈൻ ശ്രദ്ധിച്ചാൽ മതി. സൈൻ നോക്കണ്ട, നമ്പർ നോക്കിയാൽ മതി. സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ പ്ലസും മൈനസും ആണെങ്കിൽ ആഡ് ചെയ്താൽ ക്യാൻസൽ ആയി പോകും. സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്താൽ ക്യാൻസൽ ആയി പോകും. അത് ആ സമയത്ത് എന്താണോ അതിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 3 വൈയുടെ കോയിഫിഷ്യൻ്റ് 6 ആക്കിയിട്ടുണ്ട്, 4 6 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് തമ്മിൽ സോൾവ് ചെയ്താൽ നമുക്ക് വൈ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇക്വേഷൻ നമ്പർ 3 എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്തത് ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആയിരുന്നു. ആ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് തന്നെ എടുത്തത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിലേ കോയിഫിഷ്യൻ്റ് എന്താക്കാൻ പറ്റുള്ളൂ? സെയിം ആക്കാനായിട്ട് പറ്റുള്ളൂ. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് 3x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 24. അത് ഇക്വേഷൻ നമ്പർ 3 ആണ്. 4x മൈനസ് 6y ഇസ് ഈക്വൽ ടു 4, ഇക്വേഷൻ നമ്പർ 4. സോ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ മതി. 3ഉം 4ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ക്യാൻസൽ ആയി പോകും? പ്ലസ് 6yയും മൈനസ് 6yയും കട്ടായി പോകും. ബാക്കി 4 3 7x ഇസ് ഈക്വൽ ടു 24 4 28. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 28 ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു 4. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ കൊണ്ട് ഏതെങ്കിലും ഇക്വേഷൻ നമ്പർ 1 2 കൊടുത്താൽ എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും അല്ലേ? എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8 ആണ്. എക്സിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. അപ്പോൾ 4 പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8. അവിടുന്ന് 2y ഇസ് ഈക്വൽ ടു 8 മൈനസ് 4. 2y ഇസ് ഈക്വൽ ടു 4. y ഇസ് ഈക്വൽ ടു 4/2. y ഇസ് ഈക്വൽ ടു 2. ശരിയല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 വന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടി? വൈയുടെ വാല്യൂ 2 കിട്ടി. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? 4 എന്നുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇതേ സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ എവിടെയും കണ്ടുപിടിച്ചത്? നേരത്തെ കണ്ടുപിടിച്ചത് കണ്ടോ? ഇവിടെയും 4 തന്നെ കിട്ടി നമുക്ക്, ഇവിടെയും നമുക്ക് 4 തന്നെ കിട്ടി. ശരിയല്ലേ? അപ്പം എക്സ് എലിമിനേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം ലീനിയർ ഇക്വേഷൻ. അതേപോലെ തന്നെ വൈ എലിമിനേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് ഏതാണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം കൺവീനിയൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ആദ്യം ചെയ്ത മെത്തേഡ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആക്കുന്നതാണ് ലാഭം. ശരിയല്ലേ? കാരണം നമുക്ക് ഒരു പ്രാവശ്യം ഗുണിച്ചാൽ മതി. മറ്റേത് 1 ആയതുകൊണ്ട് പിന്നെ ഗുണിക്കേണ്ട ആവശ്യമില്ല. വൈയുടെ കോയിഫിഷ്യൻ്റ് സെയിം ആക്കണമെങ്കിൽ 3 കൊണ്ടും 2 കൊണ്ടും ഗുണിക്കാൻ പോകണം. എന്നിട്ട് സെയിം ആക്കിയിട്ട് പിന്നെ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം എന്നുള്ളവർക്ക് എക്സിന് പകരം 8 മൈനസ് 2y കൊടുത്തിട്ട് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ പ്ലേസിൽ കൊണ്ട് കൊടുത്തിട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇഷ്ടമുള്ള മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ്, ഇത് പലർക്കും പരിചയമുള്ള ഒരു മെത്തേഡ് ആയിരിക്കില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. 2 ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ടുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീനിയർ ഇക്വേഷൻസിനെ എങ്ങനെ ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം നമ്മൾ? a1x 2 ഇക്വേഷൻസ് a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0, a2x പ്ലസ് b2y
പ്ലസ് C2 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഈ റെപ്രസെൻറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ എങ്ങനെ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള സ്ഥലത്ത് നമ്മളിത് പറഞ്ഞതാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ABCD ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇവാലുവേഷൻ എന്ന് പറയും. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനൻ്റ്. നമുക്ക് അതിലേക്കൊന്നും ഡീറ്റെയിൽഡ് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2x2 മെട്രിക്സ് എന്ന് പറയും. ഇങ്ങനെ 2x2 മെട്രിക്സ് പോലെയുള്ള ഒന്നിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. ആദ്യം A × D മൈനസ് B × C അല്ലേ. ഈ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അതായത് നോക്കണേ, എക്സ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ താഴെ എക്സ് ഇല്ലാത്ത ആൾക്കാരുടെ കോയിഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റും ഒക്കെയാണ് എഴുതുന്നത്. നോക്ക്, എക്സ് ഇല്ലാത്തത് ഇവിടെ എക്സ് ഇല്ല, അപ്പോൾ B1 C1 B2 C2 ഈ 4 പേരെയാണ് നമ്മൾ എഴുതേണ്ടത്. ആ എക്സ് ഉള്ള ആൾക്കാരെയൊക്കെ അങ്ങ് വിട്ടേക്കുക. അതായത് A1 A2 വിട്ടേക്കുക. എന്തോരും ഇവിടെ B1 ഉണ്ട്, നോക്ക് B1 C1 B2 C2 ഇസ് ഈക്വൽ ടു, ഇനി -y ഇത് ഫിക്സഡ് ആണ്. ഈ മൈനസ് ഫിക്സഡ് ആണ്, ഈ മെത്തേഡിലുള്ളതാണ് കേട്ടോ, മെത്തേഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് എല്ലായ്പ്പോഴും അവിടെ ഉണ്ട്, മറന്നു പോകരുത്. ഓക്കെ, -y ഡിവൈഡഡ് ബൈ, ഇനി എന്താണ്, ഇതേ ഐഡിയ തന്നെ ഉപയോഗിക്കുക. y ഉള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കുക. നോക്കണേ, y ഉള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ബാക്കിയുള്ളവരുടെ കോയിഫിഷ്യൻ്റ് ഇടുക. അപ്പം y ഉള്ള രണ്ട് ടേംസ് ഒഴിവാക്കി, ബാക്കി A1 C1 A2 C2 ശരിയാണല്ലോ. അത് എന്ത് ചെയ്യുക, ഇതേപോലെ ഡിറ്റർമിനകത്ത് കൊടുക്കുക. A1 C1 A2 C2 ഈക്വൽ ടു, ഇനി 1 എന്നാണ് എഴുതേണ്ടത് കേട്ടോ. 1 ആണ്, ഇത് ഫിക്സഡ് ആണ്. ഇവിടെ 1 ഉള്ളതും ഫിക്സഡ് ആണ്. 1 ഡിവൈഡഡ് ബൈ എന്തോരും, നോക്കണേ, ഇനി ആ കോൺസ്റ്റൻറ്റുകളെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. എക്സിൻ്റെയും വൈയുടെയും കൂടെയുള്ള ആൾക്കാരാണ് എടുക്കേണ്ടത്. ആരാണ്, A1 B1, കാരണം ബാക്കിയുള്ള രണ്ടിടത്തും C1 C2 കയറിയിട്ടുണ്ട്. അപ്പോൾ C1 C2 മാറ്റിയിട്ട് ബാക്കിയുള്ള 4 പേരെയാണ് ഇനി എടുക്കേണ്ടത്. A1 B1 A2 B2, A1 B1 A2 B2. സോ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്ത് കാണിക്കാം. സോ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഐഡിയ ഓൾറെഡി നമ്മൾ സൈഡിൽ പറഞ്ഞു. എങ്ങനെയാണ് എഴുതേണ്ടത്, ഡിറ്റർമിനൻ്റ് ABCD എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ AD - BC ആണ്. ശരിയല്ലേ? അത് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് എന്ന് പറഞ്ഞേ, എക്സ് ഡിവൈഡഡ് ബൈ B1 C2 മൈനസ് B2 C1 ഇസ് ഈക്വൽ ടു -y ഡിവൈഡഡ് ബൈ A1 C2 മൈനസ് A2 C1 is equal to 1 divided by A1 B2 minus A2 B1. ശരിയാണല്ലോ. x ഡിവൈഡഡ് ബൈ B1 C2 മൈനസ് B2 C1 is equal to -y ഡിവൈഡഡ് ബൈ A1 C2 മൈനസ് A2 C1 is equal to 1 ഡിവൈഡഡ് ബൈ A1 B2 മൈനസ് A2 B1. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് വെച്ച് സോൾവ് ചെയ്ത് നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് തന്നെ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതാകുമ്പോൾ ഓൾറെഡി സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, 4-2 എന്നുള്ള ഉത്തരവ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഈ മെത്തേഡ് വെച്ചും ചെയ്ത് നോക്കാം. x + 2y = 8 ഒരു ഇക്വേഷൻ, x + 2y = 8 ഇക്വേഷൻ നമ്പർ 1. പിന്നെ 2x - 3y = 2. 2x - 3y = 2. ശരിയല്ലേ? യെസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്ന് വെരിഫൈ ചെയ്യണം. സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ്, A1x പ്ലസ് B1y പ്ലസ് C1 = 0, A2x പ്ലസ് B2y
പ്ലസ് C2 ഈക്വൽ ടു 0. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഈ രൂപത്തിലാണോ? സ്റ്റാൻഡേർഡ് ഫോമിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ 8ഉം 2ഉം ഒക്കെയാണ്. അപ്പോൾ അത് ആദ്യമേ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 8ഉം 2ഉം ഒക്കെ ലെഫ്റ്റിലേക്ക് എടുക്കുക. എക്സ് പ്ലസ് 2y മൈനസ് 8 ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ആൻഡ് 2x മൈനസ് 3y മൈനസ് 2 ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ മെത്തേഡ് വെച്ചിട്ട് അങ്ങ് സോൾവ് ചെയ്യാം. എക്സ് ഡിവൈഡഡ് ബൈ നോക്കണേ ഈക്വൽ ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ ഒരു ഡിറ്റർമിൻ്റ് വരയ്ക്കുക ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇത് വരയ്ക്കുക. ഓക്കെ, ഇനി എക്സ് ബൈ എന്ന് പറയുമ്പോൾ എക്സ് ഉള്ള ആൾക്കാർ വേണ്ട, ബാക്കിയുള്ള നമ്പേഴ്സിനെ നമ്മൾ എഴുതുന്നു. ആരൊക്കെയാണ്? 2 മൈനസ് 8 മൈനസ് 3 മൈനസ് 2. 2 മൈനസ് 8 മൈനസ് 3 മൈനസ് 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വൈയുടെ കേസ് വരുമ്പോഴത്തേക്കിനും ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. 1 മൈനസ് 8 2 മൈനസ് 2 അല്ലേ? 1 മൈനസ് 8 2 മൈനസ് 2. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇനി എന്താണ്? 1 ഡിവൈഡഡ് ബൈ അവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ഒഴിവാക്കണം. എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻറ്റ് 1 2 2 മൈനസ് 3 അല്ലേ? 1 2 2 മൈനസ് 3. ഓക്കെ ആണല്ലോ. സോ ഇത് ചെയ്തെടുക്കുക. എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 4 മൈനസ് മൈനസ് 3 ഇൻറ്റു മൈനസ് 8 എന്ന് പറഞ്ഞാൽ പ്ലസ് 24. ഓക്കെ, ഈക്വൽ ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 8 എന്ന് പറഞ്ഞാൽ മൈനസ് 16 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 3 മൈനസ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. ക്ലിയർ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഈ മൈനസ് ഫിക്സഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. എ ബി സി ഡിയുടെ ഡിറ്റർമിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എ ഡി മൈനസ് ബി സി, ആ മൈനസ് അവിടെ ഫിക്സഡ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ആ മൈനസും എക്സ്ട്രാ മൈനസും കൂടെ കയറി വരുമ്പോഴൊക്കെയാണ് മിസ്റ്റേക്ക് വരുന്നത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി ഉള്ള മൈനസാണിത്, ഞാനിപ്പോൾ റൗണ്ട് ചെയ്ത മൈനസ്. അല്ലാണ്ടൊരു മൈനസ് 2 ഗുണം മൈനസ് 8ൻ്റെ ഭാഗമായിട്ടൊരു മൈനസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂസ് ആവരുത്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് ശ്രദ്ധിക്കണം. സോ എന്താണ് വരിക? എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 28 ഇസ് ഈക്വൽ ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ എന്താണ് വരിക? മൈനസ് 2 പ്ലസ് 16 എന്ന് വരും. 1 ഡിവൈഡഡ് ബൈ മൈനസ് 7 എന്ന് വരും. ഓക്കെ, അതായത് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 28 ഇസ് ഈക്വൽ ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ 14 അല്ലേ? 16ൽ നിന്ന് 2 കുറച്ച് 14 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ മൈനസ് 7. മൈനസ് വൈയുടെ കൂടെ മുകളിലോ താഴെയോ നമുക്കിടാം. മൈനസ് ഞാൻ താഴെ ഇടുവാണ്. ഇപ്പോൾ നോക്ക്, എല്ലായിടത്തും താഴെ ഒരു മൈനസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളയാം. 3 അടുത്തും ഉണ്ട്. സോ കോമൺ ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? എക്സ് ഡിവൈഡഡ് ബൈ 28 ഇസ് ഈക്വൽ ടു വൈ ബൈ 14 ഇസ് ഈക്വൽ ടു 1/7. ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് 1/7 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സും വൈ എടുക്കുക. ആദ്യമേ ഈ 2 പെയറുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. എന്ത് വരും? എക്സ് ബൈ 28 ഇസ് ഈക്വൽ ടു 1/7. 28 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊടുത്താൽ എക്സ് ഈക്വൽ ടു 28/7, എക്സ് ഇസ് ഈക്വൽ ടു 4 വരും. ഓക്കെ, അതേപോലെ അടുത്ത ഈ 2 പെയേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. വൈ ബൈ 14 ഇസ് ഈക്വൽ ടു 1/7. വൈ ബൈ 14 ഇസ് ഈക്വൽ ടു 1/7. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? y ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു ആൻസർ എന്താണ് വരിക? 2 ആണ് ആൻസർ വരിക. നോക്ക്, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4ഉം വൈയുടെ വാല്യൂ 2. 4 2 എന്നുള്ള ആൻസർ കിട്ടിയല്ലോ. ശരിയല്ലേ? എക്സിൻ്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 2. അവിടെ നമുക്ക് 4 2 എന്നുള്ള ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതേ ആൻസർ തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടിയത് അല്ലേ? 4 2 എന്നുള്ള ആൻസർ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ പല പല മെത്തേഡുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ചിലർക്ക് ആദ്യമേ കാണുമ്പം ഒരു ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും ഇത് ഒഴിവാക്കരുത്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം പല സ്ഥലത്തും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സോഴ്സ് നോക്കിയാലും ഈ ഒരു ഇക്വേഷൻ നേരിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. പക്ഷേ ഇത് കാണാതെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബേസിലേക്ക് പോയി അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കി പഠിക്കാനാണ് ഈ ഒരു ഫോർമുല അതിന് മുൻപായിട്ട് തന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാതെ പഠിക്കുന്ന ആ ഒരു വിഷയം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് വെച്ചിട്ട് നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള മെത്തേഡ്. അപ്പോൾ ആ 3 മെത്തേഡ്സ് നമ്മൾ പരിചയപ്പെട്ടു. എലിമിനേഷൻ മെത്തേഡ് നമ്മൾ പരിചയപ്പെട്ടു, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പരിചയപ്പെട്ടു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പരിചയപ്പെട്ടു. ഇനി നെക്സ്റ്റ് ഗ്രാഫിക്കലായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. സോ ഗ്രാഫിക്കൽ മെത്തേഡ്, ഇതേ ഇക്വേഷൻ തന്നെ എടുക്കാം. 4 ആൻസർ കിട്ടുന്ന ഇക്വേഷൻ തന്നെ നമുക്ക് ഗ്രാഫിക്കലായിട്ടും കൂടെ ചെയ്യാം. ഓക്കെ, സോ ആ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 2. 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 2. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8 ആദ്യമേ എടുക്കുക. എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8. നമ്മളിതിൻ്റെ ഗ്രാഫ് ആദ്യമേ എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്ത് നോക്കണം. അതായത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുള്ള വഴി ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? എക്സ് വൈ, എക്സിന് 0 വൈക്ക് 0 ഡയഗണലായിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നു. എക്സിന് 0 കൊടുത്താൽ എന്താണ് കിട്ടുക? ഇപ്പോൾ ഈ എക്സ് അങ്ങ് 0 ആയിപ്പോയി. 2y ഈക്വൽ ടു 8 എന്ന് വരും അല്ലേ? 2y ഈക്വൽ ടു 8 എന്ന് വരും. y ഈക്വൽ ടു 4 എന്ന് വരും. ഇപ്പോൾ വൈയുടെ വാല്യൂ 4. ഇനി y 0 കൊടുത്താൽ ഈ ടേം അങ്ങ് 0 ആവും. എക്സ് ഡയറക്റ്റ്ലി എന്ത് കിട്ടും? 8 കിട്ടും. ഇപ്പോൾ ഇവിടെ പോയിന്റ് ഏതൊക്കെയാണ്? 0 4 ഒരു പോയിന്റ് ഉണ്ട്, 8 0 ഒരു പോയിന്റ് ഉണ്ട്. ഈ 2 പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തതിൻ്റെയും കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 2. 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 2 ആണ് രണ്ടാമത്തെ ഇക്വേഷൻ. അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഇതേപോലെ ടാബുലാർ കോളം വരയ്ക്കുന്നു. എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുക. എക്സ് വൈ ഇങ്ങനെ 2 0 അങ്ങ് കൊടുക്കുന്നു. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, എക്സിന് 0 കൊടുത്താൽ ബാക്കി മൈനസ് 3y ഈക്വൽ ടു 2 എന്നാണ് വരിക. ശരിയല്ലേ? എക്സിന് 0 കൊടുത്താൽ മൈനസ് 3y ഈക്വൽ ടു 2 എന്നാണ് വരിക. y ഈക്വൽ ടു മൈനസ് 2/3 എന്ന് വരും. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈനസ് 2/3നെ 0.67 കിട്ടും. മൈനസ് 0.67. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക നിങ്ങൾ. മൈനസ് 0.67 കിട്ടും. വൈയുടെ വാല്യൂ മൈനസ് 0.67. ഇനി y 0 കൊടുത്താൽ എന്താണ് കിട്ടുക? 2x ഈക്വൽ ടു 2 എന്നാണ് കിട്ടുക അല്ലേ? y 0 ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് എക്സിൻ്റെ വാല്യൂ 1 കിട്ടും. ഓക്കെ, ഇപ്പോൾ പോയിന്റുകൾ ഏതൊക്കെയാണ്? 0 മൈനസ് 0.67 എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അതേപോലെ 1 0 എന്നുള്ളൊരു പോയിന്റും ഉണ്ട്. ഇങ്ങനെ 2 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക. ശരിയാണല്ലോ? അപ്പോൾ ഈ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ലൈൻസ് വരച്ച് നോക്കാം. കാർട്ടീഷ്യൻ പ്ലെയിൻ വരയ്ക്കുക. എക്സ് ആക്സിസും വൈ ആക്സിസും. ഇത് വൈ ആക്സിസ്, നമ്മുടെ എക്സ് ആക്സിസ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ ലൈൻ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം വരുന്നത് 8 വരെയൊക്കെയാണ് നമ്പേഴ്സ് വരുന്നത് അല്ലേ? അപ്പോൾ 1 2 3 4 മാർക്ക് ചെയ്ത് പോകാം. 1 2 3 4 5 6 7 8 9 കൂടി ഇരുന്നോട്ടെ. 1 2 3 4 5 6 7 -1 -2 -3 -1 -2 -3. ഓക്കെ, ഇനി പോയിന്റുകൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ എന്താണ്? 0 4. എക്സിൽ നിന്ന് 0 വൈയിൽ നിന്ന് 4. ഈ പോയിന്റ് വരും 0 4.
പിന്നെ വരുന്ന പോയിന്റ് 80, എക്സിൽ നിന്ന് 8 വൈയിൽ നിന്ന് 0, 80. ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, 0,4ഉം 80യും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഏത് ലൈൻ, എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8 എന്ന് പറയുന്ന ലൈൻ. എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൈൻ പ്ലോട്ട് ചെയ്യാം ഈസി ആയിട്ട്. നെക്സ്റ്റ് 0 മൈനസ് 0.67 ഇവിടെ വരും. 1നേക്കാൾ മുമ്പായിട്ട് ഏകദേശം ഈ പോയിന്റ് ആയിട്ട് വരും. 0 മൈനസ് 0.67 ഈ പോയിന്റ്. ഓക്കെ, അത് -1ന് തൊട്ട് മേളിലായിട്ട് വരും y ആക്സിസിൽ. പിന്നെ അടുത്ത വരുന്ന പോയിന്റ് എന്താണ്, 10 ആണ്. ഇവിടെയാണ് 10, ഈ പോയിന്റ് ആണ് 10. എക്സിൽ നിന്ന് 1, വൈയിൽ നിന്ന് 0. ഈ രണ്ട് പോയിന്റ്സ് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുക. ശരിയാണല്ലോ? കുറച്ചും കൂടെ അടുപ്പിച്ച് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. 1, അപ്പോൾ അത് 1 വന്നിട്ടുണ്ട്. 2, 3, 4, 5, 6, 7, 8. വരച്ചതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് കേട്ടോ. ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ടേ. 0, 4ഉം 8ലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ലൈൻ വരയ്ക്കും. ഓക്കെ, നിങ്ങൾ കറക്റ്റ് 1 അളവെടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരില്ല. ഇതിനകത്ത് വരയ്ക്കുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് അറിയാലോ. യെസ്, 1, 2, 3, 4 അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് നമുക്കതിൻ്റെ ഗ്രാഫ് കിട്ടുന്നുണ്ടാവുക. ഇനി ഈ രണ്ട് ഗ്രാഫ് കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ രണ്ട് ഗ്രാഫ് കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ നേരെ എടുക്കുക. ഈ പോയിന്റ് കറക്റ്റ് നേരെ എക്സിൻ്റെ വാല്യൂ 4ൻ്റെ അങ്ങോട്ട് വരും. 4 കറക്റ്റായിട്ട് വരച്ചാൽ വൈയുടെ വാല്യൂ കറക്റ്റ് നേരെ 2ൻ്റെ അങ്ങോട്ട് വരും. 4, 2 എന്നുള്ള പോയിന്റ് നമുക്ക് അങ്ങനെ കിട്ടും. കറക്റ്റായിട്ട് വരച്ചാലേ അത് കിട്ടുള്ളൂ. കറക്റ്റ് അളവെടുത്ത് വരച്ചാലേ അത് കിട്ടുള്ളൂ കേട്ടോ, ഗ്രാഫിക്കലി നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷേ അപ്പം നിങ്ങൾ വിചാരിക്കും എക്സാമിന് ഇത് വരയ്ക്കാൻ ചോദിക്കില്ലല്ലോ. വരയ്ക്കാൻ ചോദിക്കില്ലായിരിക്കാം, പക്ഷേ ഈ ഗ്രാഫ് തന്നിട്ട് തിരിച്ച് ഇക്വേഷൻ എഴുതാൻ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ഗ്രാഫിനെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഇത് വരയ്ക്കാൻ പഠിക്കണം നിങ്ങൾ. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഐഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗ്രാഫ് വെച്ചിട്ടൊക്കെ കേറ്ററ്റിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ഗ്രാഫ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ് രണ്ടാമത്തെ ലൈൻ. 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ രണ്ട് ലൈൻസ് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഗ്രാഫിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ കറക്റ്റ് അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മെത്തേഡാണ് എന്ത്, ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ സോൾവിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുണ്ട്, നോക്കിയോളൂ. അപ്പോൾ ഇതിനകത്ത് പോയിന്റുകൾ ശ്രദ്ധിക്കുക. ബി എന്ന് പറയുന്ന പോയിന്റ് 0 മൈനസ് എന്താണ് 0.67, എന്നാണ്ട് ഈ പോയിന്റ് 0 മൈനസ് 0.67 എന്നുള്ള പോയിന്റ്. പിന്നെ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന സി എന്നുള്ള പോയിന്റ് ആണ്. സി എന്നുള്ള പോയിന്റ് നമുക്ക് എന്ത് കിട്ടും, 4, 2 കിട്ടും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് 8, 0 എന്നുള്ള പോയിൻ്റാണ്. ഇത് 0, 4 എന്നുള്ള പോയിൻ്റാണ്. കണ്ടോ, ഇത് ജിയോജിബ്ര വെച്ചിട്ട് ഞാൻ പ്ലോട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രാഫൊക്കെ സംശയം ഉണ്ടെങ്കിലോ ഇതെങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ലാപ്ടോപ്പിൽ ജിയോജിബ്ര എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഇൻപുട്ട് ചെയ്താൽ ഗ്രാഫൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാം. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ +1, +2 ചെയ്യിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ജിയോജിബ്ര. ഓക്കെ, ഇപ്പോൾ എക്സാമിന് എങ്ങനെയാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനും കൂടെ പഠിച്ചതിന് ശേഷമാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. എങ്കിലും ഇങ്ങനെ ഗ്രാഫ് തന്നിട്ടും ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നിങ്ങൾ അറിയണം.
അതായത് ഇപ്പോൾ ഈ ഒരു ലൈൻ തന്നു എന്ന് വിചാരിക്കാം. ഈ രണ്ടാമത്തെ ലൈൻ വേണ്ട, നമുക്ക് 0, 4, 8, 0 ഉള്ള ലൈൻ തന്നു എന്ന് വിചാരിക്കാം. ഞാനിപ്പം ആരോ മാർക്ക് ചെയ്യുന്ന ലൈൻ കണ്ടോ, അത് മാത്രമാണ് എക്സാമിന് തരുന്നതെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ ലൈൻ്റെ ഇക്വേഷൻ ചോദിക്കുകയാണ്. ഓക്കെ, അതായത് ഇത് എക്സിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് 8-ലാണ്, വൈയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് 4-ലാണ്. ഇൻ്റർസെപ്റ്റ് ഫോം പഠിച്ചിട്ടുണ്ട്, x/a + y/b = 1. ഇതാണ് ഒരു ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റ് ഫോം. അവിടെ a എന്ന് പറയുന്നത് x ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, b എന്ന് പറയുന്നത് y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അതായത് x ആക്സിസിൽ 8, y ആക്സിസിൽ 4 = 1. ഓക്കെ, സോ ഇത് ക്രോസ് ചെയ്താൽ എന്ത് വരും? 4x + 8y 4x + 8y ഡിവൈഡഡ് ബൈ 32 = 1. 32 ഇങ്ങോട്ടേക്ക് വന്നാൽ 4x + 8y = 32. 4 കൊണ്ട് കട്ട് ചെയ്താൽ x + 2y = എന്താണ് വരിക? 4 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? 5 4 20, 6 4 24, 7 4 28, 8 4 32. x + 2y = എത്രയാണ്? 8. കണ്ടോ, ആ ഇക്വേഷൻ നമുക്ക് ആ ലൈനിൽ നിന്ന് ആ ഇക്വേഷൻ കിട്ടുന്നതുണ്ടോ? രണ്ട് ഇക്വേഷൻ x + 2y = 8 എന്നുള്ള ഇക്വേഷൻ, ഈ ലൈൻ തന്നിട്ട് തിരിച്ച ഇക്വേഷനാണ് അവർ എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അന്നേരം ഈ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ കാണുന്ന ലൈൻ ഓപ്ഷനിൽ ഉണ്ടാവും, അത് പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലോട്ട് ചെയ്യാൻ ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അത് നമ്മളിപ്പം എന്താണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലീനിയർ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്കിലല്ലേ നമ്മളത് പഠിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ലൈനുമായിട്ട് മാച്ചിങ് ആവുന്നുണ്ടെങ്കിൽ അത് ആൻസർ ആണെന്ന് ഉറപ്പിക്കാമല്ലോ. പിടികിട്ടിയോ? അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ലൈൻ കണ്ടാൽ അത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലീനിയർ ഇക്വേഷൻ്റെ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു ലീനിയർ ഇക്വേഷൻ, രണ്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 3 പോസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? രണ്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴുള്ള 3 പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? വേണ്ട, അത് ഇൻ്റർസെക്റ്റിംഗ് ആവാം, അല്ലേ, പാരലൽ ആവാം, അല്ലെങ്കിൽ കോയിൻസിഡൻ്റ് ആവാം. ഇത് 3നും അതിൻ്റേതായ കണ്ടീഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും എക്സാമിന് കൂടുതലും ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലീനിയർ ഇക്വേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ, എന്താണ് ലീനിയർ ഇക്വേഷൻ, ഒരു ലീനിയർ ഇക്വേഷനെ എങ്ങനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ലീനിയർ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണ്, എലിമിനേഷൻ മെത്തേഡ് എന്താണ്, പിന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് എന്താണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്താണ്, മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.